ലതാ സജ്ജി വേൾഡിൻ്റെ കഥക്കൂട്ടിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ, നമുക്കൊന്ന് രസകരമായ കഥ കേട്ടാലോ? എല്ലാവരും തയ്യാറല്ലേ? ഒരു ഗുരുകുലത്തിൽ, അതായത് ഇന്നത്തെ നമ്മുടെ സ്കൂള് പോലെ തന്നെ ഗുരുവും ശിഷ്യന്മാരുമെല്ലാം ഒന്നിച്ച് താമസിച്ച് വിദ്യ അഭ്യസിക്കുന്ന സ്ഥലം ഗുരുകുലം. അങ്ങനെ ഒരു ഗുരുകുലത്തിൻ്റെ അവസാന അധ്യയന ദിനമായിരുന്നു അന്ന്. എന്നുവെച്ചാൽ ആ ഗുരുകുലത്തിൽ വിദ്യ അഭ്യസിപ്പിക്കുന്ന അല്ലെങ്കിൽ വിദ്യ നേടുന്ന അവസാന ദിവസമായിരുന്നു. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, സ്കൂളിലെ അവസാന ദിവസം എല്ലാവർക്കും ഭയങ്കര വിഷമമല്ലേ, എല്ലാവർക്കും പിരിയാൻ. അയ്യോ, കാണാൻ പറ്റില്ലല്ലോ പ്രിയപ്പെട്ട കൂട്ടുകാരെയും നമ്മുടെ സാറന്മാരെയൊക്കെ കാണാൻ ബുദ്ധിമുട്ട്, ഇനി എന്നാണ് സാധിക്കുക? അങ്ങനെയുള്ളൊരവസ്ഥ, അതായത് ഗുരുവിന് ശിഷ്യന്മാരെ പിരിയാനും ശിഷ്യന്മാർക്ക് ഗുരുവിനെ പിരിയാനും ഭയങ്കര വിഷമമുള്ള ഒരു ദിവസം. അങ്ങനെ ഇരിക്കെ ഗുരുവിൻ്റെ വീട്ടിലെ ഗുരുപത്നിയിൽ ഗുരുപാദം പൂജിച്ച് ഗുരുപത്നിയെ സേവിച്ച്, ഗുരുപത്നി എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഭാര്യയ്ക്ക് പണ്ടൊക്കെ എന്ന് പറയുന്നത് ഈ ഹോസ്റ്റൽ സമ്പ്രദായം പോലെയാണ്. അത് ഗുരുകുലത്തിൽ താമസിച്ചാണ് വിദ്യ അഭ്യസിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഗുരുപത്നിക്ക് വേണ്ട സഹായങ്ങൾ, വീട്ടിലെ വിറകോ അല്ലെങ്കിൽ വെള്ളമോ അവയൊക്കെ ശേഖരിക്കാനും, നമ്മൾ പുരാണ കഥകളൊക്കെ കേട്ടാൽ നല്ല ഇതുപോലെയൊക്കെയുള്ള അവസരങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഗുരുപത്നിയെ സേവിച്ച് അവർക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ സാധിച്ചു കൊടുത്ത് അങ്ങനെ ജീവിക്കുന്ന അവസരമാണല്ലോ ഈ വിദ്യ നേടുക എന്നുള്ളത്. അപ്പം ഗുരുപത്നിയെ സേവിച്ച് സഹപാഠികളെ ഒക്കെ സ്നേഹിച്ച് ഒരുമിച്ച് കഴിഞ്ഞ ആ നാളുകൾ അവസാനിക്കുകയാണല്ലോ എന്നോർത്തിട്ടുള്ള സങ്കടമാണ്. അറിവിലും കഴിവിലും പിന്നെ സന്മാർഗ ചിന്തയിൽ, അതായത് നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്യുക എന്ന് ഗുരു പഠിപ്പിച്ച കാര്യങ്ങളും അങ്ങനെ വളർന്ന ശിഷ്യന്മാരെ ഗുരു അനുഗ്രഹാശിസ്സുകൾ നൽകി, അതായത് അവരെയെല്ലാം നല്ലപോലെ അനുഗ്രഹിച്ച് അവരെ യാത്രയാക്കി. അപ്പോൾ അവർ ഓരോരുത്തരും നിറഞ്ഞ സന്തോഷത്തോടും എന്നാൽ മനസ്സിൽ നിറഞ്ഞ ദുഃഖത്തോടും പിന്നെ ഗുരുവിനുള്ള നന്ദിയൊക്കെ സ്മരിച്ചുകൊണ്ട് ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങി വീട്ടിലേക്ക് മടങ്ങി ശിഷ്യന്മാരെല്ലാം. പക്ഷേ ഒരു ശിഷ്യൻ മാത്രം അതീവ ദുഃഖത്തോടെ ഗുരു ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. ഗുരു അതിനുള്ള കാരണവും തിരക്കി. എന്താണ് മകനെ നിന്റെ സങ്കടം എന്ന് ചോദിച്ചപ്പോൾ ശിഷ്യൻ വളരെ ദുഃഖത്തോടെ പറഞ്ഞു, ഗുരു, ഈ ഭാഗ്യം കെട്ടവനോട് അങ്ങ് ക്ഷമിക്കണം, ഭാഗ്യമില്ലാത്ത എന്നോട് അങ്ങ് ക്ഷമിക്കണം. എൻ്റെ സഹപാഠികളെല്ലാവരും എന്ത് ഭാഗ്യവന്മാരാണ്. അവർക്ക് പണമുണ്ട്, ആരോഗ്യമുണ്ട്, വിജ്ഞാനമുണ്ട്. പക്ഷേ എനിക്കെന്താണുള്ളത്? അവിടെ വിദ്യ അഭ്യസിച്ചു കൊണ്ടിരുന്ന, ഇതേപോലെ എല്ലാ അറിവും നേടിക്കഴിഞ്ഞ് പോകാൻ നിന്ന ആ ശിഷ്യനാണ് ഗുരുവിനോട് ചോദിക്കുന്നത്, ഇപ്പോൾ ഇവിടുന്ന് പോയ എൻ്റെ സഹപാഠികൾക്കെല്ലാം ഉണ്ട്, പണമുണ്ട്, ആരോഗ്യമുണ്ട്, ബുദ്ധിയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ എനിക്ക് മാത്രം ഒന്നുമില്ല ഗുരു. ഇത് കേട്ട ഗുരു തൻ്റെ ദീർഘകാലത്തെ പരിശീലനം മുഴുവനും പോയതുപോലെ ഗുരുവിന് തോന്നി. ഇത്രയും നാളുമ്പോൾ ഗുരുകുലത്തിൽ എന്ന് പറയുമ്പോൾ ഒരു വർഷങ്ങളോളമാണ് വിദ്യ അഭ്യസിക്കുന്നത്. ആ ഗുരുമുഖത്ത് നിന്ന് തന്നെ, ഗുരുവിൻ്റെ വീട്ടിൽ തന്നെ നിന്ന് വർഷങ്ങളോളം അവിടെ നിന്ന് താമസിച്ചാണ് വിദ്യ അഭ്യസിക്കുന്നത്. അപ്പോൾ അത്രയും നാളും അദ്ദേഹം പകർന്നു കൊടുത്ത എല്ലാ വിദ്യകളും ഈ ശിഷ്യൻ്റെ വാക്ക് കേട്ടോണ്ട് ഗുരുവിന് തോന്നി എല്ലാം നഷ്ടമായി പോയല്ലോ, വെറുതെ ആയിപ്പോയല്ലോ എന്ന് ആ ഗുരുവിന് തോന്നി. ഗുരു ചോദിച്ചു, എന്താണ് നിനക്കെന്താണ് കുറവ്, നിനക്കെന്താണ് ഇല്ലാത്തത്? ഗുരു ചോദിച്ചു. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഞാനൊരു ദരിദ്രനാണ്, എനിക്ക് കാണാൻ അഴകില്ല, എനിക്ക് ബുദ്ധിയില്ല, എത്ര പഠിച്ചാലും തലയിൽ കയറില്ല. തൻ്റെ കുറവുകൾ ഒക്കെ ശിഷ്യൻ അങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് അവതരിപ്പിച്ചു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, ശരി, ഒന്നുമില്ലാത്തവനാണ് നീയെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിൻ്റെ ഈ 2 കണ്ണുകളും ചുഴുന്നെടുത്ത് നീ എനിക്ക് തരൂ. നിനക്കെന്തായാലും ഒന്നുമില്ലാത്തവനാണ്, നീ ദരിദ്രനാണ്, ആ 2 കണ്ണുകൾക്കും കൂടി ഞാൻ 1000 സ്വർണ്ണ നാണയം തരാം എന്ന് ഗുരു പറഞ്ഞു. ഇത് കേട്ട ശേഷൻ, അയ്യോ, 10,000 സ്വർണ്ണ നാണയം തന്നാലും ഞാൻ എൻ്റെ കണ്ണുകളെ തരില്ല ഗുരു, എനിക്കെൻ്റെ കണ്ണുകൾ വേണം അല്ലേ, കണ്ണുകളില്ലാതെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക, ഞാൻ എങ്ങനെയാണ് കാണുക? ശിഷ്യന് ഭയമായി. ഇപ്പോൾ ഗുരു എന്തു പറഞ്ഞു, മകനെ,
നിന്റെ കണ്ണുകൾക്ക് മാത്രം നീ 10,000 സ്വർണ്ണ നാണയങ്ങൾ വില കാണുന്നെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, കൈയും കാലും തലയും ചെവിയും ബുദ്ധിയും ഒക്കെ ചേർന്ന് ഇവയെല്ലാം കൂടെ ചേർന്നാൽ നീ നിനക്ക് നീ നൽകുന്ന വില എത്ര ആയിരിക്കും ഒന്ന് മനസ്സിലാക്കൂ. നിനക്കെല്ലാവരുമുണ്ട്, എല്ലാമുണ്ട് അല്ലേ? നീ ഇത്ര വലിയ സമ്പന്നനാണ് അല്ലേ? നിൻ്റെ കണ്ണുകൾക്ക് മാത്രം 10,000 ആണെങ്കിൽ 2 കൈകൾക്കും കൂടി നീ എത്ര ആയിരിക്കും വിലമതിക്കുക? 2 കാലും കൂടെ ആകുമ്പോൾ, അതുപോലെ നിൻ്റെ ശരീരം മൊത്തത്തിലാണ് ഞാൻ ആവശ്യപ്പെടുന്നെങ്കിൽ നീ എത്ര രൂപ? അങ്ങനെ ആകുമ്പോൾ നീ എത്ര വിലയുള്ളവനാണ് അല്ലേ? ലക്ഷങ്ങൾക്കും അപ്പുറം വിലയുള്ള നീയാണ് അല്ലേ? അപ്പോൾ ഇപ്പോൾ ഇതൊന്നും കൊടുക്കാൻ ശിഷ്യൻ തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നിനക്കുള്ള, ഇത്രയും വിലയുള്ള ഈ സാധനങ്ങളെല്ലാം നിനക്കുള്ള നീ എത്രമാത്രം പണക്കാരനാണ് അല്ലേ? നീ എങ്ങനെയാണ് ഒന്നുമില്ലാത്തവനാകുക എന്ന് നീ പറയുന്നത് അല്ലേ? ഗുരുവിൻ്റെ ഈ വചനങ്ങൾ ശിഷ്യനിൽ എന്താണ് മാറ്റമുണ്ടാക്കി അല്ലേ? ശിഷ്യന് ആത്മബോധം ഉണ്ടായി. പിന്നെ ആ ശിഷ്യൻ ഗുരുവിനോട് അധികം ഒന്നും ചോദിക്കാൻ നിന്നില്ല. അദ്ദേഹത്തിന് പിന്നെ എന്താണ് വെളിപാടുണ്ടായി. താൻ ഏതൊരു മനുഷ്യനും അവർക്ക് അവരുടേതായ എല്ലാമുണ്ട് അല്ലേ? നമ്മളിപ്പം എന്താ പറയുക, നമുക്ക് ഈശ്വരൻ അധ്വാനിക്കാനുള്ള നീണ്ട 2 കൈകൾ തന്നു, ചിന്തിക്കാൻ ബുദ്ധി തന്നു അല്ലേ? നടന്ന് മുന്നേറാൻ കാലുകൾ തന്നു. അങ്ങനെയുള്ള ഒരാൾ അയ്യോ ഞാൻ പണക്കാരനല്ലേ, അല്ലെ ഞാൻ കഴിവില്ലാത്തവൻ എന്ന് വിലപിക്കാൻ പാടില്ല. ഇതെല്ലാം ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? നമുക്ക് ധനമുണ്ടാവുകയുള്ളൂ, നമുക്ക് ബുദ്ധി, നമ്മുടെ തലച്ചോറ് നന്നായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ. ഒരു സാധനം ഒരുപാട് കാലം ഉപയോഗിക്കാതെ ഇരുന്നാൽ അതിനെന്താ സംഭവിക്കുക? തുരുമ്പെടുത്ത് പോവില്ലേ? അപ്പോൾ എല്ലാ കാര്യങ്ങളും, എല്ലാം നമ്മുടെ ശരീരം, മനസ്സ്, ബുദ്ധി, ആരോഗ്യം എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ അതിനൊരു വിലയുണ്ടാവൂ, നമുക്കുള്ളൊരു നല്ല സ്ഥാനം ഉണ്ടാവുള്ളൂ. അപ്പം ശിഷ്യന് ഗുരുവിൻ്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാകുകയും അതായത് തൻ്റെ മോശം വിചാരങ്ങളെ അദ്ദേഹം ഉപേക്ഷിച്ച് നല്ലവനായി അല്ലേ? എനിക്കും എല്ലാ കഴിവും ഉണ്ട്, ഞാനും വളരെ